ആദ്യം തന്നെ അടുക്കളയിൽ വന്നിട്ട് ചെയ്യണ രണ്ട് കാര്യമുണ്ടാകും. ജനല് തുറക്കും, ഗ്യാസ് തുറന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം കേട്ടോ. അതിന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഒരു പൊതിച്ചോറ് കെട്ടണം ആലോചിച്ച് സ്കൂളിലായിട്ട്. അപ്പൊ ചോറ് കെട്ടണ പിള്ളേർ ചോറ് കെട്ടണ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ലഞ്ച് പാക്കറ്റ് കൂടി കൊണ്ടുപോകാൻ വേണ്ടി മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ഒന്നാം കൊണ്ട് തവണയായിട്ട് ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോകണത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഭക്ഷണം എന്നിട്ട് അതെനിക്കൊന്ന് ക്ലാസ്സിൽ വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് പുറത്തുനിന്ന് ആരോടൊക്കെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകണതാണ്. അത് നല്ല പാഠം പ്രൊജക്റ്റ് എന്നാണ് മിസ് വാട്സപ്പിൽ വിട്ടത് കേട്ടോ. അപ്പൊ അതിനെ ചൊല്ലിയിട്ടാണ്. അപ്പൊ ഇവിടെ ചോറ് കൊണ്ടുപോകാറില്ല. അപ്പൊ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ, ഇടയ്ക്കുന്ന ആഴ്ചയിലൊരിക്കലൊക്കെ അത് കൊണ്ടുപോകും. പിന്നിപ്പോ എന്തായാലും സ്കൂളിലോട്ട് ഒരു പൊതിച്ചോറ് കൊടുത്തു വിടണം. അപ്പൊ ആലുവിനും കൂടി കെട്ടാന്ന് കരുതി. അത് 2 പൊതിച്ചോറ് കൊണ്ടുവന്ന് കെട്ടണം. ഇപ്പോഴുള്ള കറികളൊക്കെ കൂട്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഇത് മീനില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മീനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മെസ്സേജ് കണ്ടില്ല. അതുപോലെ നമ്മൾ ഇന്നലെ മീനെ വാങ്ങിയിട്ടുമില്ല. ഉച്ചക്ക് ഞാൻ ആ ഉപ്പുമീൻ്റെ കറിയൊക്കെയാണ് വെച്ചത്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും മുട്ട തിളപ്പിച്ചതും അച്ചാറ് വരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം മീനൊന്നും വാങ്ങിയില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു 2 കഷ്ണം മീനെടുത്ത് മാറ്റി വെച്ചാണ്. അപ്പൊ നോക്കട്ടെ ഇന്ന് രാവിലെ കൊച്ചുങ്ങള് ഇപ്പൊ സമയം 4:30 മണിയായിട്ടുള്ളൂ. ഞാൻ 4:30 എഴുന്നേറ്റ് വന്ന കാര്യം ചോറ് തുടങ്ങി എല്ലാം വെക്കണം. അപ്പൊ ഒരു 2-3 തരം കറികളൊക്കെ വെക്കാനുള്ളത് രാവിലത്തെ പലഹാരം ഉണ്ടാക്കണം. പിന്നെ വൈകും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. ഇതൊക്കെ ചെയ്ത് ഒതുക്കി വെച്ചിട്ട് വേണം ആമിനെയൊക്കെ സ്കൂളിൽ റെഡിയാക്കി വിടാനായിട്ട്. അപ്പൊ എല്ലാം കൂടെ രാവിലെ ഇപ്പൊ നടക്കൂല. അപ്പൊ ഞാൻ നേരത്തെ എഴുന്നേറ്റ എല്ലാ പണിയും കൂട്ടി വെക്കാനാന്ന് കരുതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 8:15 ക്ലാസ്സിൽ പോകണം. അപ്പൊ അതിന് മുമ്പ് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് വല്ല മീൻ കിട്ടുമോന്ന് നോക്കണം. ഞാൻ അത്ര നേരത്തെ പോയി അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങിയിട്ടില്ല. അപ്പൊ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. ഉണ്ടെന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ വറുത്തത് സൈഡിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട വറുത്തത് തന്നെ വെച്ച് കൊടുക്കാന്ന് ഓർത്തു. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ കഞ്ഞിയൊക്കെ ഇട്ടിട്ട് ആദ്യം പെട്ടെന്ന് ചടപടയൊന്നും ചെയ്യാം, അല്ലെങ്കിൽ സമയം ഇങ്ങനെ ഓടിപ്പോവും. അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാം. ഇപ്പൊ ഞാൻ ആദ്യം കഞ്ഞിക്കിടട്ടേട്ടാ. ദോശ ഉണ്ടാക്കാൻ എന്റെ കുഴച്ച് വെച്ചതാണ്. അത് ഇച്ചിരി കൂടി പൊങ്ങാനുണ്ട്. ഞാൻ രാത്രി കിടക്കാന്നവരെ പ്രയാണിച്ച് വെച്ചത്. അപ്പൊ പൊങ്ങിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു 1 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും. അവിടെ ഇരുന്നോട്ടെ. അപ്പോഴൊക്കെ നമുക്ക് കഞ്ഞിക്കിട്ടിട്ടേ പച്ചക്കറികളൊക്കെ അറിയാട്ടാ. വൈകി അടിച്ച് വെച്ചത് കൊണ്ട് കഴിക്കുള്ളൂ. 11 മണിയൊക്കെ ആയി. ഗ്യാസ് ഓൺ ചെയ്താൽ മതി. എൻ്റെ തടത്തുണിയൊക്കെ എല്ലാം ഞാൻ മോളിൽ കൊണ്ട് രാത്രി ആയപ്പോഴത്തേക്കും തിരുമ്മിയിട്ട്. നമ്മളിവിടെ തടത്തുണിയൊന്നുമില്ല, ഞാൻ പോയി എടുത്തിട്ട് വരട്ടാ. ഇന്നലെ രാത്രി അടുക്കളയിലത്തെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ കൊണ്ട് തടത്തുണികളെല്ലാം തിരുമ്മിയിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ നേരം വെളുത്ത് എടുത്താൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് നല്ല ഇരുട്ടാണല്ലോ, 4:30 സമയമല്ലേ. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയുണ്ടായിരുന്നാലും കുറച്ച് സ്റ്റെയറിൻ്റെ അവിടത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടേച്ചും മുകളിൽ പോയി തടത്തുണി എടുത്തിട്ട് വന്നു. തടത്തുണി ഇല്ലാതെ അടുക്കളത്തെ ഒരു പണിയും നടക്കൂല കേട്ടോ. വരുന്ന വഴി പിന്നെ ഒരു വാഴലയും വെട്ടിക്കൊണ്ട് വന്നപ്പോൾ പിന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ അതേ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്ന അരി കഴുകിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ബീൻസ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ നമ്മൾ ബീൻസ് ഇന്ന് പേരൊതുക്കേണ്ടാണ് ചെയ്യണത്. അപ്പോൾ ആ വാടല ഞാൻ ആ മുഴുവനോട് കൂടി ഇരുന്ന് വെച്ചതുകൊണ്ടിട്ടേ ഒന്ന് 2ആക്കി കഷ്ണിച്ച് മാറ്റി വയ്ക്കുന്നുണ്ടേ. അപ്പോൾ ആലുവിന് ഒന്നെങ്കിൽ വാടല കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ ചോറ് പാത്രത്തിൽ. കാരണം അവിടെ വേസ്റ്റ് കളയാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടിട്ട് ഇനി അവൾ എഴുന്നേറ്റ് വിട്ട് വേണം ചോദിക്കാനായിട്ട് പാത്രത്തിൽ വേണോ വാടലയിൽ വേണോ എന്നൊക്കെ. ഞാനിവിടെ ബീൻസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നമുക്ക് നല്ലതുപോലെ തിരുമ്മിയെടുക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടിലോട്ട് കടുകും ഉണക്കമുളകും പൊട്ടിച്ച് വെച്ച് ഇതും അങ്ങോട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ബീൻസ് പീരൊതുക്കാനുള്ളതെല്ലാം ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചേക്കണേ.
ഇതുപോലെ പീരൊതുക്കി വയ്ക്കണ ബീൻസ് ഭയങ്കര ഇഷ്ടമുണ്ട് ആലുവിനും ആമിക്കും. പക്ഷേ ആലുവിന് ഒരുമാതിരിപ്പെട്ട പച്ചക്കറികളൊക്കെ ഒന്നും ആലു തിന്നാറില്ല. ഇതിപ്പോൾ കഴിക്കും കേട്ടോ. ആമിക്കാണെങ്കിൽ എല്ലാ പച്ചക്കറികളും ഇഷ്ടമാണ് കേട്ടോ. ബീൻസ് അടപ്പത്താക്കിയിട്ട് എൻ്റെ അടുത്ത് 2 ഉരുളക്കിഴങ്ങ് ഇരിപ്പുള്ളു. ഇത് നമുക്ക് സ്കൂളിലേക്ക് കൊടുക്കണ പൊതിച്ചോറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നണം. നോക്കാം, ഉണ്ടെങ്കിൽ ആലുവിനും കൊടുക്കാം. അരിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെറുതെ ഇത്തിരി കടുക് പൊട്ടിച്ച് വേപ്പിലയിട്ട് എടുക്കാം. ഇങ്ങോട്ട് ഒരു പാത്രത്തിൽ വയ്ക്കാനേ ഉണ്ടാവുള്ളെന്നാണ് തോന്നുന്നത്. മഞ്ഞൾ പൊടി, ഇച്ചിരി മുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടേ കൈ വെച്ച് നല്ലതുപോലെ തിരുമിയിട്ട് ചീനച്ചട്ടി വെച്ച് അടപ്പത്തേക്ക് വെക്കട്ടെ. ബീൻസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ചീനച്ചട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ആ ഉരുളക്കിഴങ്ങിൽ മസാല തേച്ച് ഉരുളക്കിഴങ്ങ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പുരട്ടി. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആയി വരുമ്പോഴത്തേക്ക് അവസാനം തീ ഓഫാക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ. അപ്പോൾ ഞാൻ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പ് അടപ്പത്ത് വെച്ചിട്ടും പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വാങ്ങുന്ന സമയത്ത് തൊലി ഇങ്ങനെ പൊളിഞ്ഞിരിക്കണ പോലത്തെ ഉരുളക്കിഴങ്ങില്ലേ, അതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ്. മറ്റേതില്ലേ ഒരെണ്ണം ഇങ്ങനെ മെഴുക്കിട്ട പോലെ ഇരിക്കണം, അതൊരു കാശിനും കൊള്ളില്ലാത്ത ഉരുളക്കിഴങ്ങ്. അതിവിടെ ഞാൻ മേടിക്കുകയില്ല. ഇവിടെ ചേട്ടനെങ്ങാനും അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും. ഭയങ്കര മധുരമായിരിക്കും ആ ഉരുളക്കിഴങ്ങിന്. ഞാൻ അതുകൊണ്ടിട്ട് കടയിൽ പോകുമ്പോഴത്തേക്കും നോക്കി തന്നെ വാങ്ങുള്ളൂ കേട്ടോ. ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിഞ്ഞിരിക്കും. അത് നല്ല ഉരുളക്കിഴങ്ങായിരിക്കും കേട്ടോ. ആ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ചതച്ച മുളകിട്ട് ഞാൻ ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചപ്പോഴത്തേക്ക് ഒരു ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങ് എല്ലാം ഒരു അരികിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ, എണ്ണ ഒന്ന് വാർന്ന് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുമ്പോഴത്തേക്കും ചോറിനകത്തോട്ട് വയ്ക്കുമ്പോഴത്തേക്കും എണ്ണ ഇരിക്കുള്ളൂ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഉരുളക്കിഴങ്ങും ബീൻസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് ഈ അരിഞ്ഞെടുക്കുന്നത്. ഒരു സാമ്പാർ റേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് സാമ്പാർ കഷ്ണത്തിന് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എടുക്കാമെന്ന് കരുതി. ബാക്കി ഞാൻ അവിയലിന് മാറ്റിയിട്ടാണ്. മത്തങ്ങ, ചേന, പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പകുതി ഞാനിപ്പോൾ സാമ്പാറിലോട്ട് എടുത്തിട്ടുണ്ട്, പകുതി അതിലോട്ട് മാറ്റി. അങ്ങനെ കുറച്ച് അവിയലിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ നിന്ന് പെറുക്കി മാറ്റിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെയാണ് കഷ്ണിച്ച് ഇടുന്നുണ്ട്. ഗ്യാസ് അടുപ്പിനും തീരെ ഒഴിവില്ല കേട്ടോ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വേഗം തന്നെ അടുപ്പത്തേക്ക് കയറ്റണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരുതി ദോശ ചുട്ടെടുക്കാമെന്ന്. അങ്ങനെ ദോശ മാവിലോട്ട് കുറച്ച് ഉപ്പൊക്കെ പുരട്ടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കലക്കി എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഡലിനെക്കാട്ടും ഇഷ്ടം ദോശയാണ് കേട്ടോ. ഇഡലി അയച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡലി ചെമ്പിൽ വെച്ച് അങ്ങോട്ട് ആവിയേറ്റി എടുക്കാറുണ്ട്. ഇതാകുമ്പോൾ ഇനി ചുട്ട് വരുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കുമെന്ന്. നമ്മൾ ഈ സാമ്പാറിനുള്ള പരിപ്പ് അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊരു 2 വിസിലടിച്ചപ്പോഴത്തേക്കും ഞാനതവിടെ മാറ്റി വെച്ചിട്ടാണ്. ആവി കളഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് അടപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ സാമ്പാർ ഞാൻ പൊതിച്ചോറിൽ വയ്ക്കണില്ല കേട്ടോ. കാരണം പൊതിച്ചോറിനകത്ത് എല്ലാം കൂടി വെറുതെ കുഴാന്നിരിക്കും. നമ്മളിപ്പോൾ ഇത്രയും 2-3 നേരം കറി വെക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒപ്പം കൊണ്ട് സാമ്പാറും കൂടി വെക്കണ്ടല്ലോ എന്ന് കരുതി. പിന്നെ അഥവാ സാമ്പാർ കൊടുക്കണമെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കൊടുക്കണം. അപ്പം ഞാൻ കരുതി അത് വേണ്ട എന്തായാലും. ഇപ്പോൾ ഇത്രയും കറികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കൊടുക്കാം. സാമ്പാർ ഞാനങ്ങോട്ട് ഒഴിവാക്കി. ഇന്ന് ഞാൻ നെയ് റോസ്റ്റ് പോലെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നല്ല പരത്തിയൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങോട്ട് ഇച്ചിരി കനത്തിൽ തന്നെയായിട്ടാണ് ദോശ ചുട്ടെടുത്തത്.
ദോശയൊക്കെ ചുട്ട് തീരാറായപ്പോഴത്തേക്ക് ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, പിന്നെ ഒരിത്തിരി മുളക് പൊടി, വാളംപുളി, ഉപ്പ് ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണയും പറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദോശ റെഡി ആയപ്പോഴത്തേക്കും അതും അവിടെ മൂടി വെച്ച് ഇനി നമുക്ക് സാമ്പാറിലേക്ക് വെണ്ടയ്ക്ക വഴറ്റിയിടണം, കടുകൊക്കെ താളിച്ചിടണം. സാമ്പാറിലോട്ട് വെണ്ടയ്ക്ക ഇതുപോലെ വഴറ്റി ചേർക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ നോളപ്പം ഉണ്ടാവില്ല, പിന്നെ വെന്തലിഞ്ഞും പോകില്ല. അപ്പോൾ ആ വഴറ്റിയിട്ട് നമ്മൾ അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുകും ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുന്നത് ചേട്ടനവിടെ റെഡി ആവാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മീൻ വാങ്ങി തന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വറുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു മീൻ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്ര നേരത്തെ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ ഈ ഇത്രയും നേരത്തെ വാങ്ങാറില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാനും പാടില്ല. സാമ്പാറിലോട്ട് കടുകൊക്കെ താളിച്ചിട്ട ശേഷം കുറേ പാത്രങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ അതൊക്കെ എല്ലാം അങ്ങോട്ട് കഴുകി ഒതുക്കണേണ്. ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുക്കർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം തേച്ച് കഴുകി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടൻ വന്നിട്ട് മീനുമായിട്ട്. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടും ആ മീനെ കുളിപ്പിക്കാനായിട്ട് പോയിട്ട് അപ്പുറത്തേക്ക്. രണ്ടെണ്ണം തൽക്കാലം ഇപ്പോൾ വെട്ടിയെടുക്കാം വറക്കാനായിട്ട്. ഞാൻ ഈ മീനെല്ലാം വെട്ടിയെടുത്തില്ല കേട്ടോ. മീൻ ഞാൻ എല്ലാം വെട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം ഒരുപാട് പോകും. അപ്പോൾ തൽക്കാലം പൊതിച്ചോറിലും ആലൂനും കൊണ്ടുപോകാനുള്ള രണ്ട് മീനെടുത്ത് ഞാൻ വറുക്കാനായിട്ട് വെട്ടിത്തേച്ച് കഴുകി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ തേച്ച് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആമിക്ക് നമ്മളിന്ന് മീൻ വറുത്തത് കൊടുക്കണം കേട്ടോ. ആമിക്ക് മുട്ട വറുത്തതും ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ കൊടുത്തുവിടാമെന്ന് കരുതി. ഏതെങ്കിലും ഒരു കറി മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കറികൾ വയ്ക്കുമ്പോൾ കൊച്ചിന് കൊടുത്തു വിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതേ മീനിലോട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ട് ഇത് നല്ലതുപോലെ സവോളയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരടപ്പിൽ മുട്ടയും വറുക്കാം, ഒരടപ്പിൽ മീനും വറുക്കാം. അപ്പോൾ 2 ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട വറുത്ത് മാറ്റി വെച്ച് ഞാൻ വാഴയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വാഴയിലൊക്കെ വാട്ടിയെടുക്കാനും വാട്ടിയെടുത്തിട്ടാണ് പൊതിച്ചോറൊക്കെ കെട്ടണം. അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ പച്ചയായൊരു സത്യം പറയാം, വാഴയിലയിൽ ഇപ്പോഴും എനിക്ക് പൊതിച്ചോറ് കെട്ടാനായിട്ട് കറക്റ്റായിട്ടൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എപ്പോൾ വാഴയിലെടുത്ത് കെട്ടിയാലും പൊട്ടിപ്പോവും. അങ്ങനെ അതേ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അയില വറുത്തതും ബീൻസ് ഒതുക്കിയതും മുട്ട വറുത്തതും ചമ്മന്തിയും ഉരുളക്കിഴങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഴയിലോട്ട് ചോറ് പൊതിയാം. ഉള്ള കാര്യം പറയാമല്ല, ഈ കറികളൊക്കെ വെച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അപ്പം തന്നെ ഒരു പാത്രത്തിൽ ഇത്തിരി ചോറെടുത്ത് കഴിക്കാൻ തോന്നിയിട്ടാ. പിന്നെ രാവിലെ തന്നെ അല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ആ മോഹം അങ്ങോട്ട് മാറ്റി. അപ്പോൾ അതേ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വാഴയിലയും വെച്ച് ചോറ്, അയില വറുത്തത്, ചമ്മന്തി, ഉരുളക്കിഴങ്ങ്, നെല്ലിക്കച്ചാർ, മുട്ട വറുത്തത്, ബീൻസ് ഒതുക്കിയത് എല്ലാം കൂട്ടി പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആലുവിനോട് ഞാൻ ചോദിച്ചു വാഴയിലയിൽ വേണോ വട്ടപാത്രത്തിൽ വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പാത്രത്തിൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇതേ പാത്രത്തിൽ ആൾക്ക് എല്ലാ കറികളും വെച്ച് ചോറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ദേ ആലു സ്കൂളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആമിന അപ്പനാക്കിയേച്ച് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ ദേ ആലു ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. എനിക്കാണെങ്കിൽ മനസ്സ് നിറഞ്ഞൊരു സന്തോഷം. അങ്ങനെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അത് കണ്ടാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.